വർഷങ്ങളായി മലയാളി മനസ്സിൽ 7 സ്വരങ്ങളും തഴുകിയുണർത്തിയ ഗന്ധർവ ഗായകന് ഇന്ന് ശതാഭിഷേകം. യേശുദാസ് എന്നൊരു വ്യക്തിയുടെ പേരല്ല, 6 പതിറ്റാണ്ടിലേറെയായി മലയാളിയുടെ ഹൃദയങ്ങളിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യവികാരങ്ങളെയും ഉൾക്കൊള്ളുന്ന അപൂർവ സുന്ദരമായ ഒരു രാഗത്തിന്റെ പേരായി കരുതാതിരിക്കാനാകില്ല. ഗന്ധർവ ഗായകന്റെ ശബ്ദമാധുരിയിൽ നീരാടാത്ത മനസ്സുകൾ ഇല്ല എന്നതാണ് സത്യം. പാട്ടിനെ സ്നേഹിക്കുന്നവരുടെ പ്രഭാതത്തിലും പ്രദോഷത്തിലും മധുരഗാനത്തിന്റെ അലയടി കാതോർക്കാത്ത മലയാളികൾ വിരളം. ശ്രീനാരായണ ഗുരുവിന്റെ ജാതിഭേദ മതദ്വേഷം എന്ന് തുടങ്ങുന്ന 4 വരി ശ്ലോകം ചൊല്ലി സിനിമയിൽ അരങ്ങേറ്റം. MB ശ്രീനിവാസൻ എന്ന സംഗീത സംവിധായകന്റെ ചിട്ടപ്പെടുത്തലിൽ ആദ്യ ഗാനത്തോടെ മലയാള സിനിമ യേശുദാസിന്റെ നാദവിസ്മയത്തിന് വേദിയാവുകയായിരുന്നു. 1961 നവംബർ 14 കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്ക് 21-കാരന്റെ ശബ്ദം ചെന്നൈയിലെ ഭരണി സ്റ്റുഡിയോയിൽ ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ഇല്ലായ്മകളുടെയും കഷ്ടപ്പാടുകളുടെയും ലോകത്താണ് യേശുദാസ് പിറവി കൊണ്ടത്. 1940 ജനുവരി 10 ഫോർട്ട് കൊച്ചിയിൽ അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെയും എലിസബത്തിന്റെയും 7 മക്കളിൽ രണ്ടാമനായാണ് യേശുദാസ് ജനിച്ചത്. ശുദ്ധ സംഗീതത്തിന്റെ വഴിയെ സഞ്ചരിക്കാൻ കൈപിടിച്ചത് അച്ഛനാണ്. മുഹമ്മദ് റാഫിയുടെ പാട്ടുകളോടായിരുന്നു ചെറുപ്പത്തിൽ യേശുദാസിന്റെ ആരാധന. സ്കൂൾ യുവജനോത്സവത്തിൽ ലളിതഗാനാലാപത്തിൽ 1ാം സ്ഥാനം നേടിയ യേശുദാസിന്റെ സംഗീത പഠനം തൃപ്പൂണിത്തറ RLV സംഗീത കോളേജിലായിരുന്നു. മാപ്പിളക്കെന്ത് സംഗീതം എന്ന് പുച്ഛിച്ച അധ്യാപകനോടുള്ള വാശിയാണ് കുട്ടിക്കാലത്ത് സംഗീതം വശത്താക്കാൻ പ്രേരണയായതെന്നും ആകാശവാണിയിലെ ഓഡിഷന് തഴയപ്പെട്ടതോടെ വാശിയോടെ മത്സരിക്കാൻ പ്രചോദനമായെന്നും പിൽക്കാലത്ത് യേശുദാസ് പറഞ്ഞിട്ടുണ്ട്. ദേവരാജൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി, ബാബുരാജ്, MK അർജുനൻ, രവീന്ദ്രൻ മാഷ്, ജോൺസൺ, P ഭാസ്കരൻ, വയലാർ, ONV, ശ്രീകുമാരൻ തമ്പി, യൂസഫ് അലി കേച്ചേരി, ഗിരീഷ് പുത്തഞ്ചേരി, പൂവച്ചൽ ഖാദർ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എന്നിവർക്കൊപ്പവും പ്രവർത്തിച്ച യേശുദാസ് സിനിമാ ഗാനങ്ങൾക്കൊപ്പം ഭക്തിഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട്. വിവിധ ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ച യേശുദാസ് ഒരു ദിവസം 11 പാട്ടുകൾ പാടിയ ദിവസങ്ങൾ വരെ ഉണ്ടായിരുന്നു. സമ്പൂർണ്ണ രാഗമാകാൻ കൊതിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം ദാസേട്ടൻ ഒരു സ്വരസാഗരവുമാവാൻ ആഗ്രഹിച്ച ഗന്ധർവ ഗായകൻ. കൈരളിയുടെ മടിത്തട്ടിൽ മലയാളി മനസ്സിലും ചുണ്ടിലും ഉരുവിട്ടിരുന്ന ഒരു പേര് മാത്രം, യേശുദാസ്. അത്രയും അടുപ്പമുള്ളവരുടെ പ്രിയപ്പെട്ട ദാസേട്ടന്റെ ശതാഭിഷേക നിറവിന് എല്ലാ ലോക മലയാളി മനസ്സുകൾക്കൊപ്പം ഞങ്ങളും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.